ഗൈസ്, ഈ വീക്കിൽ വളരെ ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി കാത്തിരുന്ന ഒരു മത്സരമായിരുന്നു എഫ് സി ഗോവയും മോഹൻ ബഗാനും തമ്മിൽ നടക്കുന്ന മത്സരം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ നാട്ടിലില്ലാത്തതുകൊണ്ട് എല്ലാ മാച്ചും കാണാൻ പറ്റില്ല. പക്ഷേ ഇത് വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കളി കാണാനായിട്ട് പറ്റി എന്നുള്ളതാണ്. ഒരു കട്ടക്കുള്ളൊരു മാച്ച് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്തത്. കാരണം ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീമാണ്, നമുക്കറിയാം മോഹൻ ബഗാൻ. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് ഗോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ മനോലയുടെ ഗോവയും അതുപോലെ മൊലീനയുടെ മോഹൻ ബഗാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്താണെങ്കിലും ആ ഒരു എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളൊരു മാച്ച് തന്നെ നമുക്ക് കിട്ടി. 2-1 ഈ ഒരു മത്സരത്തിൽ എഫ് സി ഗോവയ്ക്ക് വിജയിക്കാൻ സാധിച്ചു. ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടുള്ള മോഹൻ ബഗാന് മേലെന്നുള്ളതാണ് ഈ ഒരു മത്സരത്തെപ്പറ്റി പറയേണ്ടത്. നമുക്കറിയാം, ആദ്യത്തെ ഇതിൽ ഒരു മത്സരം തോറ്റതിന് ശേഷം മോഹൻ ബഗാൻ ഇങ്ങനെ ഒരു അൺബീറ്റൺ ആയിട്ടുള്ള റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു ഇടയിലാണ് ഇപ്പോൾ ഒരു തോൽവി ഗോവയ്ക്കെതിരെ നേരിടുന്നത്. സോ ഈ ഒരു മത്സരത്തെപ്പറ്റി പറയുന്ന ഒരു സമയത്ത് ഇപ്പം നമുക്ക് ആദ്യം ഗോൾസിനെ പറ്റി പറയാം. ആദ്യത്തെ പകുതിയിലാണ് ഗോവയുടെ ആദ്യ ഒരു ഗോള് വരുന്നത്. അത് ബ്രൈസൺ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള താരത്തിൻ്റെ ഒരു ഷോട്ട് അൽറെഡിൻ്റെ കാലുകളിൽ തട്ടി ഒരു ഡിഫ്ലക്റ്റഡ് ആയിട്ടാണ്. പിന്നെ ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായിപ്പോയി. അങ്ങനെയാണ് 1-0 എന്ന ലെവലിൽ എത്തിയത്. പിന്നെ ഫസ്റ്റ് ഹാഫ് 1-0 എന്ന ലെവലിൽ തന്നെ അവസാനിച്ചു. പിന്നീട് ഒരു ഈക്വലൈസർ നേടി മോഹൻ ബഗാൻ എന്നുള്ളതാണ്. ആ ഒരു പെനാൽറ്റി ഇൻസിഡൻ്റാണ്. സാദുക്കുവിൻ്റെ കൈകളിൽ തട്ടിയിട്ട് ആണ് ആ ഒരു പെനാൽറ്റി കിട്ടുന്നത്. അത് ഒന്നാം തരമായിട്ട് പെട്രട്ടോസ് ഗോളാക്കുകയും ചെയ്തു. സോ അതിനുശേഷം പെട്രട്ടോസ് എനിക്കൊന്ന് കുറേ മാച്ചിന് ശേഷമാണ് ഇപ്പോൾ ഒരു സ്കോർ ചെയ്യുന്നത്. ശേഷം അദ്ദേഹം ഇഞ്ചേർഡായിട്ട് പുറത്തു പോകുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം 1-1 മോഹൻ ബഗാൻ തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഒരു പേടിപ്പെടുത്തുന്നൊരു ഫാക്ടറാണല്ലോ. സോ അവർക്ക് അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ. പക്ഷേ ആ പേടിയെ ഗോവ വകവെച്ചില്ല എന്നുള്ളതാണ്. കാരണം രണ്ടാമത്തെ ഗോള് ഒരിക്കൽ കൂടി ബ്രൈസൺ ഫെർണാണ്ടസ് ഒന്നാം തരം ഒരു ഹെഡർ, കിഡിലൻ ക്രോസ് ആണ് ബോർഹ ഹെറേറ കൊടുത്തത്. സോ അത് ഒരു കിഡിലനായിട്ട് അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ, ഒരു ഹെഡർ ഫിനിഷ് നടത്താനായിട്ട് സാധിച്ചു. അങ്ങനെ ഈ ഒരു മത്സരത്തിൽ രണ്ടാമത്തെ ഗോളും സ്കോർ. എനിക്കൊന്ന് ആദ്യത്തെ ഗോളും അസിസ്റ്റ് ചെയ്തത് ഈ പറഞ്ഞ ബോർഹ തന്നെയാണ് എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ 2-1 എന്ന് പറയുന്നൊരു നിലയിലെത്തി. സോ ഈ സിറ്റുവേഷനിലാണ് പറഞ്ഞ ആഷിക്കിനെ പോലത്തെ താരങ്ങൾ, താപ്പയെ പോലത്തെ താരങ്ങൾ, ഇപ്പം കമ്മിൻസിനെ പോലത്തെ ഫ്രഷ് ലെഗ്സ് ഒക്കെ വന്നു. പക്ഷേ പറഞ്ഞ പോലെ ആഷിക്കിനൊന്നും ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹലിൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഒരു കോർണറിൽ നിന്ന് വന്നിട്ട് ഒരു ഫസ്റ്റ് ടൈം വോളി അടിച്ചത്. അതൊരു കിടിലൻ സേവ് ആണ്. അടിപൊളി ഷോട്ടാണ്, അതിനേക്കാളും മികച്ച സേവാണ് ഋത്തിക് തിവാരി നടത്തിയത്. ഋത്തിക് തിവാരി നവഡേയ്സ് ഒരു കിടിലൻ പെർഫോമൻസ് ആണ് ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് മോസ്റ്റ് നമ്പർ ഓഫ് സേവ്സ് പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിലൊക്കെ അദ്ദേഹം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ആ ലെവലിലെ പെർഫോമൻസ് ഈ യങ്സ്റ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട്. ജസ്റ്റ് 22 ഇയർ ആളുടെ പ്ലെയറിൽ ഈ ഒരു സീസണിൽ അദ്ദേഹം ഒരു ഫസ്റ്റ് ചോയ്സ് ആകുമെന്ന് പോലും നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ഗോൾ കീപ്പർ അല്ല ഗോവയുടെ. പക്ഷേ ആ ലെവലിൽ അദ്ദേഹം ഒരു പെർഫോമൻസ് നടത്തുന്നുണ്ട്. ഈ മത്സരത്തിൽ പറഞ്ഞ ബ്രൈസൺ ഫെർണാണ്ടസ് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇതൊക്കെ ആയത്. പക്ഷേ ഫോർ മീ, ഞാൻ പറയും ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും ഗോവയുടെ ഒരു രക്ഷകന്മാരായത് അവരുടെ ഡിഫൻഡേഴ്സാണ്. എസ്പെഷ്യലി സെൻട്രൽ ബാക്സ്, അവരുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. സന്ദേശ് ശിങ്കൻ ആൻഡ് ഒഡയോൺ ഇന്ത്യ. എസ്പെഷ്യലി സന്ദേശ് ശിങ്കൻ കളിക്കളത്തിൽ കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, അദ്ദേഹം ഈ പറയുന്നത് പോലെ ഇപ്പം നമുക്കറിയാം ടെക്നിക്കലി ഭയങ്കര സൗണ്ടായിട്ടുള്ള പ്ലെയറൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്സ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ്, 2 ACL ഇഞ്ചറി കഴിഞ്ഞിട്ട് വരുന്നൊരു പ്ലെയറാണ്. ഒന്നും പറയാനില്ല, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. ആ ഒരു ഡിഫെൻസീവ്ലി ഇപ്പം ഒരു 2-1 നമ്മൾ ലീഡ് ചെയ്ത, നമ്മൾ കഴിഞ്ഞ KBFC മാച്ച് കണ്ടതാണ്. 2-1 ഇതേപോലെ നമ്മൾ ലീഡ് ചെയ്തിട്ടാണ് പിന്നീട് 3-2 മാറിയത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും ഗോവയുടെ അതാണ് പിന്നെ ആ ഒരു ടീമിൻ്റെ പ്ലെയേഴ്സിൻ്റെ ഒരു കമ്പോഷർ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോൺഫിഡൻസ്, ഡിഫെൻഡ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഹോൾഡിംഗ് പ്ലെയറായിട്ട് കളിച്ചിട്ടുള്ള കാൾ മക്യൂവിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം. സാഹിൽ ടവോര. സോ ഇവരെല്ലാം ആ ഒരു ഡിഫെൻസീവ്ലി സപ്പോർട്ട് ചെയ്ത എല്ലാ പ്ലെയേഴ്സിനും ഒരു ക്രെഡിറ്റ് കൊടുക്കണം. വിങ് ബാക്കായിട്ട് കളിച്ച പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ. സോ ഇതാണ് പറഞ്ഞ പോലെ അറ്റാക്ക് വിൻസ് യു ഗെയിംസ്, ഡിഫെൻഡ് വിൻസ് യു ടൈറ്റിൽസ് എന്ന് പറയുന്നത് പോലെ അറാം ഫുട്ബോളിനെതിരെ ഏത് തരത്തിലുള്ള ഒരു പ്ലേ നടത്തണം എന്നുള്ളത് മനോലയ്ക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അങ്ങനെ ആ 3 പോയിൻറ്റ്സ് മോഹൻ ബഗാനെതിരെ നേടിയെടുക്കുന്നു. സോ ഇപ്പം മോഹൻ ബഗാനും ഗോവയായിട്ടുള്ള ആ ഒരു പോയിന്റ് ഡിഫറൻസും അതുകൊണ്ട് തന്നെ അവർക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. 2 ചാമ്പ്യൻസ് ടീംസ് തമ്മിൽ കളിക്കുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് രണ്ടുപേരും കളിച്ചത്. ദാറ്റ്സ് ഇറ്റ്. അതാണ് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റിയ കാണിക്കേഷൻ സനിയോ.